ഓപ്പറേഷൻ അനന്ത പദ്ധതി തുടരാൻ ഇടതു സർക്കാരും തയ്യാറെടുക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് തടയുന്നതിന് 6 കോടി രൂപ ചെലവ് കണക്കാക്കുന്നതായാണ്. രണ്ടാം ഘട്ടത്തിൽ 6 കോടി രൂപയാണ് കണക്കാക്കുന്നത്. ഓപ്പറേഷൻ അനന്ത ആദ്യഘട്ടം വിജയകരമായിരുന്നുവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. തലസ്ഥാന നഗരത്തിലെ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കുന്നതിനായി UDF സർക്കാർ നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്ത തുടരാനുള്ള ആലോചനയിലാണ് ഇടതു സർക്കാരും. 20 കോടി രൂപ ചെലവഴിച്ച ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർ വൈകാതെ സർക്കാരിന് കൈമാറും. ആദ്യഘട്ടത്തിൽ നഗരത്തിലെ കനാലുകൾക്ക് മുകളിലെ കയ്യേറ്റങ്ങൾ, ഓട നവീകരണം, പുനരുദ്ധാരണം എന്നിവ നടപ്പാക്കിയിരുന്നു. നവീകരിച്ച ശേഷം സ്ലാബ് ഇട്ട് സംരക്ഷിക്കാത്ത കനാലുകൾ വീണ്ടും ശോചനീയാവസ്ഥയിലാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനാൽ 6 കോടി രൂപ ചെലവഴിച്ചുള്ള ഓപ്പറേഷൻ അനന്തയുടെ തുടർ പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കിയിട്ടുള്ളത്. ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയാണ്. Operation Ananta is a success wherever it is implemented. Based on the report, feedback വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ഘട്ടം. That government will decide. നഗരത്തിലെ ജലം ഒഴുകിച്ചേരേണ്ട വലിയ കനാലുകളുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. ആദ്യഘട്ട ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷവും തമ്പാനൂരിലടക്കം നഗരത്തിലെ 5 സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതയും കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം വിലയിരുത്തിയിട്ടുണ്ട്. 3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യവും നിലവിൽ തലസ്ഥാനത്തുണ്ട്. അതിനാൽ ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടവുമായി ഇടതു സർക്കാരും മുന്നോട്ടു പോകാനാണ് നീക്കം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.